ഹല്ലേലൂയ. ഇതിനപ്പുറം കയറിയാൽ എന്ത് സംഭവിക്കും എന്ന് ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കുകയില്ല. നീ അതിലേക്ക് ചാടി കയറുക തന്നെ ചെയ്യും. ആമേൻ. അതുകൊണ്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കേ. എന്റെ വാഗ്ദത്തം കിടക്കുന്ന അപ്പുറത്താണ്, എനിക്ക് കയറേണ്ടത് അപ്പുറത്താണ്. പക്ഷേ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ആ ബൗണ്ടറി, ഇത് ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല, എല്ലാവരുടെ മോടുള്ള ആലോചന അല്ലിത്, അതുവഴി പോകുന്നവർക്കുള്ള ആലോചന മാത്രമാണ്. ആമേൻ. നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കേ. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ബൗണ്ടറി ചാടിക്കടന്നാൽ നിനക്ക് മറുകരയെത്താം. നീ അനുഭവിക്കേണ്ട അനുഗ്രഹം മറുകരയിലുണ്ട്. പക്ഷേ ഇത് ഞാൻ ചാടി കയറിയാൽ എനിക്ക് എന്തെങ്കിലും ഭവിക്കുമോ എന്ന് ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, in the name of Jesus, as a church we break that frightenness. ചാടി കയറിയാൽ നിനക്കൊന്നും സംഭവിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്തോടെ കാൽ ചുവട് എടുത്തു വെച്ച് ആ ബൗണ്ടറി പൊട്ടിച്ച് നീ കയറുമ്പോൾ ആണ് നിന്റെ വിടുതൽ ഇരിക്കുന്നത് എന്ന് നല്ലപോലെ ബോധ്യമുണ്ട്, നല്ലതുപോലെ എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ ചാടി കയറിയാൽ എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന ചിന്ത ആകരുത്. ചിന്ത ഇന്ന് ഇവിടെ ഇട്ടിട്ട് വേണം താൻ. എന്ന് വെച്ചാൽ ഈ ഹോളിൽ ഇട്ടിട്ട് പോകുന്ന കാര്യമല്ല പറഞ്ഞത്. ഇനി മേലാൽ ഭയപ്പെടുത്തുന്ന ചിന്ത നിന്നെ ഭരിക്കരുത്. ആമേൻ. എന്നോട് ഞാൻ പറയട്ടെ, ഇനിയും മേലാൽ ആ ചിന്ത നിന്നെ ഭരിക്കരുത്. ഓ, ഈ പകൽ ഞാൻ രോഗിയാണെന്നുള്ള ചിന്ത നിന്നെ ഭരിക്കരുത്. നിനക്കാരുമില്ലെന്നുള്ള ചിന്ത ഈ പകൽ നിന്നെ ഭരിക്കരുത്. നോ. എന്റെ ഭാവി എന്താകുമെന്നുള്ള ചിന്ത നിന്നെ ഭരിക്കല്ലേ. പക്ഷെ നിന്നെ ഭരിക്കേണ്ട ഒരു ചിന്ത, പ്രശ്നത്തെക്കാൾ വലിയവൻ എന്റെ കൂടെയുണ്ട്. എന്നോട് ചാടി കടക്കാൻ പറഞ്ഞവൻ എന്റെ കൂടെയുണ്ട്.